സംസ്ഥാനത്ത് അതിസമ്പന്നർക്ക് ഉള്ളതൊഴികെയുള്ള എല്ലാ ബാറുകളും പൂട്ടി. ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതം നാം അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ അതിർത്തി രേഖപ്രകാരം കേരളത്തിൻ്റെ ഭാഗമല്ലാത്തതും സാംസ്കാരികമായ കേരളത്തിൻ്റെ ഭാഗം ആയതുമായ മാഹി ഈ ബാർ പൂട്ടലിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ഈ ലക്കമടയാളത്തിൽ ആദ്യം. സംസ്ഥാനത്തെ ബാർ പൂട്ടലിനെ തുടർന്ന് മലബാറിലെ 4 ജില്ലകളിൽ നിന്ന് മാഹിയിലേക്ക് ജനപ്രവാഹമാണ്. മദ്യാന്വേഷികളുടെ തിക്കിലും തിരക്കിലും പെട്ട് മാഹിയുടെ ജീവിത സ്വാസ്ഥ്യം നഷ്ടമായി. ലഹരി പ്രവാസം മൂലം മാഹി വലിയ തോതിൽ സാമൂഹിക ഞെരുക്കം അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യ റിപ്പോർട്ട്. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഈ പാലം കടന്നാൽ മാഹിയായി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളോട് ഒരുമിക്കിടക്കുമ്പോഴും പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. ഫ്രഞ്ച് വാഴ്ചയുടെയും സാംസ്കാരിക സങ്കലനത്തിൻ്റെയും അടയാളമുദ്രകൾ മായാത്ത മാഹി. എന്നാൽ മലയാളികൾക്ക് ഇന്ന് മാഹി മദ്യനിയന്ത്രണമില്ലാത്ത, മദ്യനികുതി കുറവുള്ള ലഹരിയുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ആസക്തിയിലേക്കും ആലസ്യത്തിലേക്കും വഴുതി വീണ മലയാളികൾ ഇന്ന് മാഹിയിലാകെ ചിതറിക്കിടക്കുന്നു. ബാറിന്റെ വാതിൽ തുറന്നു, കുടിയന്മാരെല്ലാരും ഒന്നിച്ചു ചേർന്നു. കാശുള്ളും മുമ്പിലിരുന്നു, പാവങ്ങളെല്ലാരും പിന്നിലിരുന്നു. ഓസിയാറുണ്ടോ ഒപ്പിയാറുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു ബഗിത്തായോ. മനുഷ്യൻ മരണം വരെ കുടിച്ചിടുമീ ഓസിയാർ. നാട്ടിലാകെ നിന്നെ കുറിച്ചൊന്ന് പാടുന്നേരം നാട്ടിലാകെ ചോദ്യമാണെന്ന് ഓസിയാർ ഏതാണെന്ന്. ഓസിയാറാണേൽ ഓപ്പിയാറാണേൽ ടച്ചപ്പ് ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യൻ മരണം വരെ കുടിച്ചിടുമീ ഓസിയാർ. എന്നെയൊന്ന് പ്രേമിച്ചാൽ എന്തേടി ഓസിയാരേ. കേരളത്തിലെ ബാർ പൂട്ടലിനെ തുടർന്ന് മാഹിയിലേക്ക് മദ്യപ്രവാസം നടത്തുന്നവർ ആ നാടിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നു. ഏപ്രിൽ 1 മുതൽ മാഹിയിലേക്കെത്തുന്ന മദ്യാന്വേഷികളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിച്ചു. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മയ്യയിൽ കാണുന്നത് മദ്യപാനികളുടെ ഒരു ഉത്സവമാണ്. മയ്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ബസ്സുകളിലും അവരുണ്ട്. 100 കണക്കിന് പേര് മയ്യയിൽ പാലത്തിൻ്റെ അടുത്തും മയ്യയിലെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ അടുത്തും ഇറങ്ങുകയാണ്. അവർ ഒഴുകിക്കൊണ്ട് മദ്യശാലകളിലേക്ക് പോകുന്നത്, ബാറുകളിലേക്ക് പോകുന്നത് ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന, മയ്യയുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും മദ്യപാനികൾ, വഴിയിൽ മദ്യം കഴിച്ച് കിടക്കുന്നവർ, ഉടുതുണിയില്ലാതെ കിടക്കുന്നവർ. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ 2 പേർ കയറി വന്നു. എൻ്റെ വീട്ടിൽ രാവിലെ ഒരാൾ കയറി വന്നു, ഉച്ചയ്ക്ക് ശേഷം ഒരാൾ കയറി വന്നു. 2 പേരും മദ്യപാനികളാണ്, എവിടെ നിന്ന് വന്നവരാണ്. അവരുടെ കയ്യിൽ പൈസയില്ല, അവർക്ക് പൈസ വേണം, ഭക്ഷണം വേണം, അതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ ഒരു പറുദീസയായിട്ട് മയ്യഴി മാറുകയാണ്. രാവിലെ മുതൽ മാഹിയിലേക്കുള്ള ബസ്സിൽ തിരക്കാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവർ ലഹരിയുടെ തീവെള്ളം തേടി മാഹിയിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം ബസ്സുകളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതിലും നിറയെ മദ്യപാനികളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ യാത്ര ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചത് കേരളത്തിലെ മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യനിയന്ത്രണമാണല്ലോ. അത് VM സുധീരൻ്റെ അങ്ങനെയുള്ളൊരു തീരുമാനത്തിന് പിന്നിൽ സുധീരനാണുള്ളത്. അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അത് മയ്യഴിയിലേക്ക് മദ്യപാനികൾക്കായിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ബസ് സർവീസ് നടത്തണം. മദ്യപാനികൾക്ക് മാത്രം യാത്ര ചെയ്യേണ്ടത്. എങ്കിൽ ഞങ്ങൾ നാട്ടുകാർ രക്ഷപ്പെടും. ഞങ്ങൾ നാട്ടുകാർക്ക്
പിന്നെ സമാധാനത്തോടെ ബസ്സുകളിൽ ഞങ്ങളുടെ ബസ്സുകളിൽ കയറി യാത്ര ചെയ്യാം. രാവിലെ മാഹിയിലെത്തിയാൽ പാതിരാത്രി വരെ വില കുറഞ്ഞ മദ്യം കുടിക്കും. പണം തീരും വരെ അവിടെ കിടക്കും. ഇങ്ങനെ വന്ന് മാഹിയിൽ സ്ഥിരതാമസമാക്കിയവർ വരെയുണ്ട്. ഹലോ, ഞാൻ തമിഴ്നാട്ടുകാരനാണ്. നല്ല ഒരു സെൻട്രിങ്ങിൻ്റെ പണിക്കാരനാണ്. ഹിന്ദിക്കാർ വന്നിട്ട് എനിക്കിപ്പോൾ പണിയില്ല. എനിക്ക് 800 രൂപ, ഹിന്ദിക്കാർക്ക് 300 രൂപ. പാറങ്ങൾ വിളിച്ചോ. ആ ഓക്കെ. ഞങ്ങളമാർ കൂട്ടുകാരൻ പോലത്തെ ഒരു 100 രൂപ വാങ്ങിക്കൊണ്ട് പോകുന്നു. കയ്യിലുള്ള പണം മുഴുവൻ കൊടുത്ത് മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലർ പിടിച്ചുപറി തുടങ്ങും. മൊബൈൽ ഫോണുകൾ പിടിച്ചു പറിച്ചുകൊണ്ടുപോയി വിറ്റ് ആ പണത്തിനും കുടിക്കും. ഈ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളേതാ ഞാനാണെന്ന് പോലും അറിയില്ല, പെങ്ങളേതാ അമ്മേതാ അച്ഛനാണെന്ന് അറിയില്ല. അങ്ങനത്തെ രൂപത്തിലാണുള്ളത്. എൻ്റെ പിടിക്കുന്ന ഫോൺ എൻ്റെ കയ്യിലുണ്ട്. കാണുന്ന തന്നെ ഇത് തന്നെ. എല്ലാവർക്കും ആരും കൂടെ നിൽക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല. കേരളത്തിലെ മദ്യം ഇതായതുകൊണ്ട് ഇവിടെ വന്നിട്ട് എല്ലാം മദ്യപിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ നമ്മളോട് പറയുന്നത്, അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഉപദ്രവത്തിന് എല്ലാം ഉണ്ട്. മൊബൈൽ കൊണ്ടുപോകും, ചെയിൻ കൊണ്ടുപോകും, ചെരുപ്പ് കഴിച്ച് വെച്ചുകൂടാ, അത് കൊണ്ടുപോകും, എല്ലാ ഇതും ഇവിടെയുണ്ട്. ഇവിടെ ഭയങ്കര എൻ്റെ ബാറ്റി കാണിച്ചോ, എൻ്റെ ബാറ്റി ഊരിയതാ, ചെയിന് കുടുങ്ങി പൊട്ടിപ്പോയത്. ഈ ചെയിൻ ഞാൻ ഇന്നലെ മിന്നാന്ന് കൊണ്ടുപോയിട്ട് 120 രൂപ കൊടുത്ത് ബെൽഡ് ചെയ്ത പൈസ അല്ലേ ഞാൻ കീസയിൽ ഇപ്പം പോക്കും. പക്ഷേ ഞാൻ ഫോണുമല്ലേ സഞ്ചിയിലാക്കും. വാങ്ങിയപ്പോൾ അന്നല്ലേ ഞാൻ ഉറങ്ങില്ല. എൻ്റെ ഫോണുമല്ലേ ഈ സഞ്ചിയിൽ വെക്കുന്ന എന്താ അറിയോ, എടുത്തുകൊണ്ടേക്കല്. ഫോണുമല്ലേ ഞാൻ കാണിച്ചു തരാം. 4000 ചില ഉറുപ്പ്യൻ്റെ ഫോണായി. ഇതെല്ലാം കൊണ്ടുപോലെ ഈ സിമ്മ ഊരിക്കളിയും എൻ്റെ ഫോൺ കൊടുക്കില്ല. അതല്ല ഞാൻ കാശി ഇങ്ങനെ വെച്ചാണ്. ഇവിടെ ഏതാ കള്ളന്മാർന്ന് അങ്ങനെ ഇരിക്കുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ഇത് എടുത്തിട്ട് ഓല് പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങളിങ്ങനെ പിടിക്കലാണ്ടാവും, അങ്ങനെ ഊരിപ്പോകുന്നുണ്ടോ? ഇത് നിങ്ങൾ നോക്കി, ഇതെല്ലാം നമുക്കറിയുന്ന സംഗതിയല്ലേ. ഒരാഴ്ച അടുപ്പിച്ച് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ട് മദ്യോത്സവം നടത്തി മടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് വന്ന് സ്ഥിരമായി ഒത്തുകൂടുന്നവരുണ്ട്. വണ്ടിക്ക് എന്ന് പറയാം, ഞാൻ തിക്കോടി അറിയാകുക എടാ, തിക്കോടി ഇത് 10 രൂപയ്ക്ക് വണ്ടിക്ക് വരും. എൻ്റെ പിന്നെ 10 രൂപയ്ക്ക് അങ്ങോട്ട് പോകും. പിന്നെ 40 രൂപേൻ്റെ ഇത് കുടിക്കും. പിന്നെ ഒരു 40 രൂപേൻ്റെ ഒരു ക്വാർട്ടറില്ലേ അങ്ങ് കൊണ്ടുപോകും. അങ്ങ് കൊണ്ടുപോയാൽ കുറച്ചില്ലേ ലേശം പൂച്ചയ്ക്ക് കൊടുക്കുമോ, പൂച്ചക്കുട്ടിക്ക്. കുന്നങ്ങലത്തെ വൈത്തിയോ പോയാൽ ഒരു മണിക്കൂർ കണക്കിന് നിൽക്കണം, ഒരു എന്തെങ്കിലും കിട്ടണേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ചോദിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പൈസയിൽ അന്നപ്പം ചിലപ്പോൾ പൈസ ഉണ്ടാക്കിയോളണമെന്നില്ല, നമ്മൾ ചോദിക്കുന്നതാണ്. ബസ് മാർഗം കഴിച്ചു പോവുക. പോകുമ്പോൾ ഒന്ന് കൈ പിടിക്കും, എക്സൈസുകാർ കേട്ടാൽ ഒരാൾ എടുക്കുകയും ചെയ്യും. അത് 2 മണിക്കൂർ റെഡി യാത്ര. പിന്നെ പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊയിലാണ്ടിക്ക് 1 മണിക്കൂർ, കൊയിലാണ്ടിയിൽ നിന്ന് 1 മണിക്കൂർ വിടാം. മാഹിയിൽ വന്നിട്ട് വീട്ടുവഴി മറന്ന് ഇവിടെ കുഴഞ്ഞു കിടക്കുന്നവരുണ്ട്. വില കുറഞ്ഞ മദ്യം സമയഭേദമില്ലാതെ കുടിച്ച് മാഹിയിൽ കിടന്നു മരിച്ച് അജ്ഞാത മൃതദേഹമായി അവസാനിച്ചവരുണ്ട്. കൂട്ടുകൂടി കുടിച്ച് ഒരാൾ മരിച്ചു വീഴുമ്പോൾ മറ്റേയാൾ നിസ്സംഗമായി നടന്നുപോകും. അങ്ങനെ മാഹി കാണുന്ന മദ്യദുരന്ത കാഴ്ചകൾ നിരവധിയാണ്. മദ്യപിക്കാനുള്ള ഗാർഡൻ വർക്ക് ചെയ്യുക. ചില സമയത്ത് ഗാർഡൻ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഒന്നും വീട്ടിലെത്തില്ല. ലൈഫ് എൻജോയ്, മാഹി എൻജോയ് ചെയ്യണം. മാഹി അതുകൊണ്ടാണ് സാർ, പ്ലീസ്. ഇപ്പം സർക്കാർ ഇപ്പോഴത്തെ ഭരണകാലത്ത് ഇന്നലെ പാക്കേജിൽ എഴുതിയത് 1/2 ലിറ്റർ സാധനം 270 30 രൂപ കൂട്ടി സാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബീവറേജ് കോർപ്പറേഷൻ വേണ്ട, ഞങ്ങൾക്ക് മാഹിയോ പോകേണ്ടതിൽ അഭിപ്രായങ്ങളില്ല. മദ്യപിക്കാൻ അതിനായി മാഹിയിലെത്താൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ്. പലപ്പോഴും മദ്യാടിമകളായ ശേഷം കണ്ടെത്തുന്ന കാരണങ്ങൾ. കുറേ കാലം ഗൾഫിലായിരുന്നു. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ് ഇവിടുത്തെ ഫ്രഞ്ച് പെട്ടിപ്പാലത്തിൻ്റെ വർക്ക്, റെയിൽവേൻ്റെ വർക്ക് അളിയൻ്റെ കൂടെ. ഇപ്പം പിന്നെ ഇവിടെയും വേറെ വർക്ക് എടുത്തിരുന്നു. പിന്നെ ഭാര്യയായിട്ട് എനിക്ക് ത്രിബിൾസ് മക്കളാണ്. പ്രസവത്തിന് 3 മക്കളാണ്. 15 വയസ്സ്, 2 പെണ്ണൂരാണ്. ഇപ്പം +1 എത്തി. ഭാര്യ ടീച്ചറുമാണ്. പിന്നെ ജ്യേഷ്ഠനും പെങ്ങളാണ് ഇന്നങ്ങനെ കോലത്തിലെത്തിച്ചത്. ജ്യേഷ്ഠനും പെങ്ങൾ 2 മൂത്തതാണ്. ഓൾക്ക് സ്വത്ത് വേണ്ടിയിരുന്നത്. അപ്പം
ഫാദറിൻ്റെ മരണവും മദറിൻ്റെ മരണവും അത് രണ്ടും എന്നെ കുഴക്കി. അപ്പോൾ ആദ്യമൊക്കെ ലേശം സ്വകാര്യമായിട്ട് എന്താ ഫംഗ്ഷന് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ കഴിക്കൽ കൂടി തുടങ്ങി. അപ്പോൾ പെണ്ണുങ്ങൾ അകലാനും തുടങ്ങി. അതന്നെ കാരണം. ഞാൻ 8 വർഷം ദുബൈയിലായിരുന്നു. എക്സ് ഗൾഫാണ്. ഞാൻ എൻ്റെ ഭാര്യയായിട്ടും എൻ്റെ 2 മക്കളായിട്ടും അകന്നു. ഇപ്പോഴും എൻ്റെ ഭാര്യയും ഞാൻ ഒന്നിച്ചായിരുന്നു. ആ ടെൻഷൻ കാരണം ഞാൻ വെള്ളടി തുടങ്ങി. പക്ഷെ ഒരിക്കലും ആരോടും ചതിയോ വഞ്ഞിനോ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഈ കാലം കൊണ്ട് എൻ്റെ ഭാര്യയായിട്ട് ഞാൻ അകന്നു പോയി. ഞാൻ ഒരു കാലത്ത് 8 വർഷം ദുബൈയിലായിരുന്നു. ഈ ഭാര്യയായിട്ടുള്ള വിഷമം കൊണ്ട് ഞാൻ വെള്ളടിക്കും. ഇപ്പോൾ കുറച്ച് ഓവറായി. നിരോധനത്തിനോ നിയന്ത്രണത്തിനോ മദ്യാസക്തി ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ പക്ഷം. മാറ്റൊന്നും കൂടില്ല. അത്ര കണ്ട് സാധനം ഡബിൾ ഇറങ്ങുള്ളൂ. മായിൽ നിന്ന് ഇറങ്ങും. അതേമാതിരി തന്നെ തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഇറങ്ങും, കർണാടക ബോർഡറിൽ നിന്ന്. എല്ലാവരൊക്കെ നല്ല ബാറുകൾ പുതിയ ലൈസൻസ് എടുത്ത് തുറന്നുള്ളൂ. അതെന്തിനാണ് കേരളത്തിൽ ഇത് കൂട്ടുന്നതിനെ കൊണ്ട്? അതൊന്നും നടക്കൂല. ഞാൻ വാറ്റിലുണ്ട്. ഇപ്പോൾ നാളത്തെ മാടി വാറ്റി കാച്ചു. വാറ്റി നല്ല അറിയാം. വിൽപ്പന സ്വന്തം ആവശ്യത്തിൽ അച്ഛൻ കള്ളിയത്തല്ല, അച്ഛൻ കള്ളിയെത്തുന്നുണ്ട്. പിന്നെ അച്ഛൻ അത്യാവശ്യം കള്ള് വരുന്നോണ്ടിട്ട് എന്താ കള്ള് വാറ്റിയിട്ട് ഞാൻ എടുക്കും, നമ്മളാവശ്യത്തിന് മാത്രം. പുറത്ത് ബുക്കൊന്നുമില്ല. ചാരായം കൂടുതൽ ഒഴുകി വരും, ഒഴുകും. നാടൻ വാറ്റ് ഒഴുകും. ഈ പാവി ആൻ്റണിയാണ് പറ്റിച്ചത്. ആൻ്റണി കാരനാണ് എല്ലാം പറ്റി. മലയാളികളുടെ ഈ മദ്യപരവേശം മാഹിയുടെ സ്വസ്ഥത കീറി മുറിക്കുകയാണ്. വൈകിട്ട് റോഡിലിറങ്ങാൻ വയ്യ, ബസ്സിൽ കയറാൻ വയ്യ. സമാധാന ജീവിതം തന്നെ തകർന്നു. അടിച്ചിട്ട് പുറത്താക്കാനേ പറ്റൂ. അതുകൊണ്ട് അതിന് ഇത് പറഞ്ഞാൽ പോണ്ടേ, അടിച്ചു പറ്റി പുറത്താക്കിയിട്ട് പിന്നെയും പോയിട്ട് വന്നില്ല. ഇപ്പം വന്നില്ല, ഒരു പിന്നെയും വന്നില്ലേ. ഇങ്ങനെ വരുന്ന കൂട്ട് ഇത് വെറുതെ വായി തോന്നി പറയാം. ഇവിടെയും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ശ്രമിക്കുന്നത്. ഞാനും കഴിക്കുന്ന വ്യക്തിയാണ്. ഇവിടെയും പൂട്ടിക്കൊണ്ടിരിക്കണമെന്നാണ് ഞാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഭയങ്കര ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനെ സംബന്ധിച്ചിട്ട് ട്രാഫിക്കുള്ള അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ട് മാറും. സാധാരണക്കാരൻ ഇവിടുന്ന് കൊയിലാണ്ടിയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് എന്ന് പറയുന്ന കോഴിക്കോട് നിന്ന് പോലും ഇവിടുത്തെ ട്രെയിനിലേക്ക് പൈസ പോലും കൊടുക്കില്ല. പൈസ പോലും കൊടുക്കാതെ ട്രെയിനിൽ കയറി വരുന്നു, ഇവിടെ വന്നു 30 രൂപ 2 ക്വാർട്ടർ അടിക്കുന്നു, വണ്ടി പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. ഇതാണ് അവൻ്റെ അവസ്ഥ. കാരണം നമുക്കെന്ത് ചെയ്യാൻ പറ്റൂ? ഇന്ന് ഗവൺമെൻറ് ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുകയും മറ്റു ഭാഗത്ത് പ്രലോഭനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മാഹിയിലെ പ്രാദേശിക ഭരണ സംവിധാനവും പ്രതിക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. അടിയന്തര സുരക്ഷാ നടപടികളും സ്വീകരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മാഹിയുടെ നമ്മൾ പ്രത്യേകിച്ച് മാഹിയുടെ പിന്നെ സർക്കംസ്റ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചീപ്പ് ലിക്കറായിരുന്നു അതിൻ്റെ പ്രശ്നം. ചീപ്പ് ലിക്കർ അന്വേഷിച്ച് വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് നമുക്കുള്ള പ്രശ്നം. മറ്റുള്ള ഈ ബാറ് പൂട്ടിയതിൻ്റെ ഇമ്പാക്റ്റ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 ദിവസം മുമ്പേ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇതിനുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം കഴിയുന്നിടത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കുക എന്നതാണ്. ഇപ്പം മാഹിയിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ബാധിക്കാത്ത വിധത്തിൽ ബിസിനസ് നടത്തുക. ഇത് സർക്കാരിൻ്റെ പോളിസിയിൽ മാറ്റം വരുന്നവർക്കും നമ്മളത് ചെയ്തേ മതിയാവും. ദീർഘകാലത്തെ വൈദേശിക സാംസ്കാരിക സാന്നിധ്യം കൊണ്ട് മാഹിയുടെ ജീവിതത്തിൽ മദ്യത്തിന് സവിശേഷ സ്ഥാനമുണ്ട്. എന്നാൽ മാഹിക്കാർ ഒരിക്കലും മദ്യപാനികളായിരുന്നില്ല. 250 വർഷമായിട്ട് മയ്യഴിയിൽ മദ്യമുണ്ട്. അത് പിന്നെ അതായത് ഫ്രഞ്ചുകാരുടെ കാലം മുതൽ. പിന്നെ ഫ്രഞ്ചുകാരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ വീഞ്ഞ് അല്ലെങ്കിൽ വൈൻ. പക്ഷേ ഒരു വലിയൊരു വ്യത്യാസം, അക്കാലത്തൊക്കെ മയ്യഴിയിൽ മദ്യം ഉണ്ടെങ്കിലും മദ്യപാനികൾ ഉണ്ടായിരുന്നില്ല. മദ്യം കഴിക്കുന്നവർ എല്ലാവരും മദ്യപാനികളാകണമെന്നില്ലല്ലോ. മദ്യപാനികൾ എന്ന് പറയുമ്പോൾ പിന്നെ നിരന്തരം മദ്യപിക്കുകയും മറ്റുള്ളവരെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക പിന്നെ വിഭാഗമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു വിഭാഗം, അതായത് മദ്യപാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മയ്യയിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല.
അതായത് 250 വർഷമായിട്ട് അവിടെ മദ്യം ഉണ്ടെങ്കിലും മദ്യപാനികളെ ഞങ്ങളാരും കണ്ടിട്ടില്ല. കള്ളും ചാരായവും ലഹരിയുടെ ദ്രവസാധ്യതയായി കണ്ട മലയാളിയുടെ ലഹരി ചരിത്രത്തിൽ മാഹിയിലെ ഫ്രഞ്ചുകാരും മലബാറിലെ ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറിലെ റെസിഡന്റ് ഭരണക്കാരുമാണ് വിദേശ മദ്യം കൊണ്ടുവരുന്നത്. പിന്നെ ഗ്രാമവഴികൾ നഗരത്തിലേക്ക് വഴിതെറ്റിയപ്പോൾ ലഹരിശീലങ്ങളും മാറി. എല്ലാ നിയന്ത്രണങ്ങളും നിയമബാഹ്യ വെളിമ്പ്രദേശങ്ങളിലേക്കാണ് മദ്യമോഹികളെ എത്തിച്ചത്. ഞങ്ങളുടെ ആ ശാന്തമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന മദ്യം. അതായത് അക്രമാസക്തമല്ലാത്ത, ബഹളം വെക്കാത്ത, സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന മദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മദ്യം ആ കാലത്ത് എല്ലാവരും കഴിച്ചതെന്ന് പറയാൻ കഴിയില്ല. പക്ഷെങ്കിൽ പിന്നെ അത് ഫ്രഞ്ചുകാരുടെ കാലത്ത് പ്രത്യേകിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറേയധികം പിന്നെ സായിപ്പുമാരുണ്ടായിരുന്നു. അതായത് നമ്മൾ ചട്ടക്കാർ എന്ന് വിളിക്കുന്ന പിന്നെ ഒരു വിഭാഗം. പിന്നെ അവരൊക്കെ പതിവായിട്ട് മദ്യപിച്ചിരുന്നു. കാരണം അവർ പിന്നെ ഫ്രഞ്ച് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഫ്രാൻസിൽ വീഞ്ഞ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ചായ കഴിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. വീടുകളിലിരുന്ന് പിന്നെ കുടുംബം, അച്ഛനും അമ്മയും മക്കളും എല്ലാം കഴിക്കും. പക്ഷെ അവരൊന്നും ഒരിക്കലും ബഹളം വയ്ക്കില്ല. ഒരു ചായ കഴിക്കുന്നത് പോലെ ഉള്ള, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒന്നാണ്. ആ ഒരു സംസ്കാരമാണ് പഴയകാലത്ത് മയ്യയിൽ ഉണ്ടായിരുന്നത്. 1817 തിരുവിതാംകൂറിൽ റാണി പാർവതിഭായിയാണ് കള്ള്, ചാരായം എന്നിവ നിർമ്മിച്ച് വിൽക്കുന്നതിന് ലൈസൻസ് ഏർപ്പെടുത്തി സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ണ നാളുകളിൽ പോലും മദ്യവിരുദ്ധത മലയാളിയെ സ്പർശിച്ചില്ല. കേരള രൂപീകരണ നാളിൽ കേരളത്തിലാകെ 32 വിദേശ മദ്യ മൊത്തക്കച്ചവടക്കാരും 24 ചെറുകച്ചവടക്കാരും 16 ക്ലബ്ബുകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 9 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള മാഹിയിലുണ്ട് 30 മദ്യഷാപ്പും 34 ബാറുകളും. മദ്യം സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന ആശങ്ക അസ്ഥാനത്തല്ല. എന്നാൽ സമൂഹത്തിൽ നിന്ന് മദ്യത്തെ പിഴുതെറിയാൻ ആകില്ല എന്ന കാര്യം അവിതർക്കിതവുമാണ്.